ഗൈസ് നമ്മുടെ ചാനലിലെ കഴിഞ്ഞ രണ്ടാഴ്ചകളിലൊക്കെ വീഡിയോ ചെയ്ത സമയത്ത് എനിക്ക് ഒരുപാട് അപ്രിസിയേഷൻസ് ഒക്കെ കമൻറ്റ് ബോക്സിൽ വരുന്നുണ്ടായിരുന്നു. അതായത് കണ്ടന്റിനെ അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ട്. സോ അതിന് എല്ലാവർക്കും വളരെ താങ്ക്സ്. അപ്പോൾ ഞാനിത് ആദ്യം എന്തുകൊണ്ട് ഈ വീഡിയോയിൽ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്രത്തോളം ആ ഒരു കണ്ടന്റ് ക്വാളിറ്റി ഡിമാൻഡ് ചെയ്യുന്നൊരു വീഡിയോ ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ പല പെർസ്പെക്റ്റീവിൽ ഇപ്പോൾ മാനേജ്മെൻറ്റ് സൈഡിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെയും അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളിലെയൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ് സംസാരിച്ചത്. എന്നാൽ ഇന്നത്തെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫാൻസുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഞാനിപ്പം ഈ ഒരു കാര്യം സംസാരിക്കാമെന്ന് തന്നെ വിചാരിച്ചത് മറ്റേ ടൈപ്പ് വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത് മാനേജ്മെൻറ്റ് സൈഡിൽ എത്തണമെന്നൊക്കെ ഉള്ള തരത്തിലൊക്കെ ഒരുപാട് കമൻസൊക്കെ കാണാനിടയായി. സോ എൻ്റെ ഒരു ഉദ്ദേശം ഇങ്ങനത്തെ മാസമായിട്ടുള്ള ഓഡിയൻസ് അതിലേക്ക് അത് എത്തുകയും അതിനെപ്പറ്റി ഇത് ചർച്ച ചെയ്യുക എന്നുള്ള വിഷയത്തിൽ തന്നെയാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ചത്. എന്നാൽ ഇതിപ്പോൾ ഫാൻസിൻ്റെ കാര്യമാണ്, നമുക്ക് ഡയറക്റ്റ് സംസാരിക്കാം, നമ്മുടെ പേഴ്സ്പെക്റ്റീവ്സ് സംസാരിക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പം അതാണ് നമ്മൾ ഇന്നൊരു വീഡിയോയിലൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്നുമല്ല, ഇന്നലത്തെ മത്സരം മുംബൈ സിറ്റി FC മോഹൻ ബഗാനെ പരാജയപ്പെടുത്തിയിട്ട് ഒരു കിരീടം ISL കപ്പ് എന്ന് പറയുന്നൊരു കിരീടം സ്വന്തമാക്കിയല്ലോ. അതിനുശേഷം സഹലിന് വലിയ തരത്തിലുള്ളൊരു സൈബർ ബുള്ളിങ് അദ്ദേഹത്തിൻ്റെ ഒരു കമൻറ്റ് ബോക്സിലൊക്കെ ഞാൻ കാണാനിടയായി. നിങ്ങൾ ഈ കാണുന്നത് പോലെ തന്നെ, അതായത് കപ്പ് മോഹിച്ച് പോയിട്ട് കപ്പ് കിട്ടിയില്ല, ഇങ്ങനെയൊക്കെയുള്ള തരത്തിലുള്ള കമൻസും കാര്യങ്ങളൊക്കെയാണ് നിരവധി കാണാൻ സാധിച്ചത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ കമൻസ് ഇട്ടവരോട് സഹതാപമാണ് തോന്നുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ടൈപ്പ് ഓഫ് ഒരു മെൻറ്റാലിറ്റിയിലാണ് അവർ കാര്യങ്ങളെ ചിന്തിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഇരിക്കുന്നത്. കാരണം ഇപ്പം സഹല് കപ്പ് മോഹിച്ചിട്ടാണ് പോയത് എങ്കിൽ ഒരു പ്ലെയറിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ട്രോഫീസ് എന്നൊക്കെ പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. സോ വെറുതെ ഒന്നും അല്ല പ്ലെയറിനെ ക്ലബ്ബ് വിട്ടുക എന്നുള്ള കാര്യം നമുക്കറിയാം. സോ ആ ഒരു കാര്യത്തിൽ ഫുട്ബോളാണ് അത് സംഭവിക്കാൻ, അല്ലാണ്ട് വേറെ ചതിയൊന്നും ചെയ്തിട്ടൊന്നും അല്ലല്ലോ ആ ഒരു പ്ലെയർ പോയിട്ടുള്ളത്. അപ്പം ഈ ഒരു കാര്യത്തിൽ ഫാൻസ് പോയി സംസാരിക്കുക എന്നുള്ളത് വേറെ വിഷയം. പിന്നെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഹൽ ഈ സീസണിൽ ഓൾറെഡി 2 ട്രോഫീസ് സ്വന്തമാക്കി കഴിഞ്ഞു. അതായത് ഒന്ന് ഡുറൻ കപ്പും ഒന്ന് ISL ഷീൽഡും. ഡുറൻ കപ്പിനെ പ്രീ സീസൺ ടൂർണമെൻ്റ് ആയിട്ടൊക്കെ ആയിരിക്കും പലരും എടുക്കുന്നത്. നമ്മുടെ മാനേജ്മെൻറ്റും അങ്ങനെയാണല്ലോ എടുക്കുന്നത്. മാനേജ്മെൻറ്റിന് പിന്നെ മിക്ക ടൂർണമെൻറ്റും പ്രീ സീസൺ മിഡ് സീസൺ ടൂർണമെൻറ്റ്സ് ആണ്, അത് വിടാം. സോ ISL കപ്പ് നേടിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം കമൻസ് ഒക്കെ വരുന്നത്. ആക്ച്വലി ISL കപ്പിനേക്കാളിൽ ഇമ്പോർട്ടൻസ് ഇപ്പോൾ ISL ഷീൽഡിനുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ AFC ടൂർണമെൻറ്റ്സ് കളിക്കാനുള്ള സ്ലോട്ട് കിട്ടുന്നത് ISL ഷീൽഡ് വിന്നേഴ്സിനാണ്. സോ ഒരു 2 ട്രോഫീസ് ഈ സീസണിൽ ഓൾറെഡി സ്വന്തമാക്കിയിട്ടുള്ളൊരു പ്ലെയറാണ് സഹൽ. സഹൽ തൻ്റെ കരിയറിൽ 6 വർഷം KBFC കളിച്ചിട്ട് പേരിന് പോലും ഒരു ട്രോഫി കിട്ടിയിട്ടില്ല. എന്നാൽ ഒറ്റ സീസൺ കൊണ്ട് അദ്ദേഹത്തിന് മോഹൻ ബഗാനിൽ 2 ട്രോഫീസ് സ്വന്തമാക്കാൻ സാധിച്ചു. അപ്പോൾ ആ പ്ലെയറിനെ ഇത്തരത്തിലുള്ള ഫാൻസ്, ഞാൻ ഉറപ്പായിട്ടും പറയും, ഇവരാണ് ശരിക്കും ടോക്സിക് ആയിട്ടുള്ളൊരു ഫാൻസ് എന്ന് പറയുന്നത്. കാരണം ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു ബന്ധവുമില്ലാത്ത ചിലപ്പം കമൻറ്റ് ബോക്സിലായിരിക്കും. ഇപ്പം വേറെ ഏതെങ്കിലും ടീമിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇതേ പറഞ്ഞ പോലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പൊക്കി അടിച്ചുകൊണ്ട് സ്വയം വില കളയുന്ന തരത്തിലുള്ള കമൻസ് ഇടുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു കാര്യം കാണത്തില്ല, അവരവരുടെ ചിലപ്പോൾ ഏതെങ്കിലും പ്ലെയറിനെ പറ്റിയോ അതിനെ പറ്റിയിട്ടൊക്കെ പറയുന്നതായിരിക്കും. അതിൻ്റെ അടിയിൽ പോയിട്ട് ഇങ്ങനത്തെ കമൻസ് ഇടും. എന്തിനു പറയുന്നു, ഇന്നലെ ഞാൻ കണ്ടൊരു കമൻറ്റാണ്, അതായത് ISL കപ്പിനേക്കാൾ വലുതാണ് ഗോൾഡൻ ബൂട്ട്. അത് തമാശയ്ക്ക് ഇട്ടതാണോ എന്ന് തന്നെ എനിക്കറിയത്തില്ല. പിന്നെ എന്താണെങ്കിലും ആ ഒരു പാറ്റേണിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ശ്രേണിയിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന പുതിയ തരത്തിലുള്ളൊരു ടൈപ്പ് ഓഫ് ഫാൻസാണ് ഇപ്പോൾ സഹലിനെ ട്രോളുന്ന ഫാൻസ് എന്ന് വേണേൽ പറയാം. നമുക്കറിയാമല്ലോ കേരള ബ്ലാസ്റ്റേഴ്സിന് മാസ്സായിട്ടുള്ളൊരു ഫാൻ ബേസ് ഉണ്ട് എന്നുള്ളത്. പക്ഷേ ഈ ഒരു കമൻറ്റ് സെക്ഷൻസിലൊക്കെ കൂടുതലും നല്ല രീതിയിൽ കമൻസ് ഇടുന്നവരും അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവായിട്ട് ക്രിറ്റിസിസം നടത്തുന്നവരും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇപ്പം നമ്മുടെ സ്വന്തം പ്ലെയറിനെ തന്നെ ഒന്ന് വളരെ നന്നായിട്ട് കളിച്ച് കഴിഞ്ഞാൽ അവരെ പൊക്കി ഇതിലാക്കും, അത് കുഴപ്പമില്ല എന്നെങ്കിലും വെക്കാം. പക്ഷേ ഒരു കളി മോശമായി കഴിഞ്ഞാൽ അവരുടെ കമൻറ്റ് ബോക്സിൽ പോയി തെറി വിളിച്ച് അവരുടെ DM പോയി വരെ തെറി വിളിക്കുന്ന ഫാൻസിനെ, ഇമ്മച്ചുവർ ആയിട്ടുള്ള ഫാൻസിനെ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ മറ്റൊരു വെർഷനാണ് ഒരാവശ്യമില്ലാണ്ട് മറ്റു ടീമുകളുടെ കമൻറ്റ് ബോക്സുകളിൽ പോയിട്ട് ബ്ലാസ്റ്റേഴ്സിനെ ഇത് ചെയ്യുക. ഇതുകൊണ്ട് തന്നെയാണ് മറ്റ് ആരാധകരുടെ ഇടയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ടോക്സിക് ഫാൻസ് എന്ന് പറയുന്ന ഒരു ലേബൽ ആയിപ്പോകാനുള്ളൊരു കാരണം. ഇപ്പോൾ മറ്റ് ക്ലബ്ബ് ഒന്ന് ആലോചിച്ച് നോക്കുക, നമുക്ക് മെയിനായിട്ടുള്ളൊരു മോട്ടീവ് എന്താണ്? ഇപ്പം നമ്മൾ ഗോൾ ഓഫ് ദി വീക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ മീഡിയ കുറച്ച് ഫോളോവേഴ്സുള്ള എക്സോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കിലോ ഒക്കെ നടത്തുന്ന പോളിൽ വേൾഡിലെ അല്ലെങ്കിൽ ഏഷ്യയിലെ ബിഗ്ഗസ്റ്റ് ഫാൻസ് എന്ന് പറയുന്ന ട്രോഫി പട്ടം അവരുടെ ഓൺലൈനായിട്ട് കൊടുക്കുന്നൊരു പട്ടമൊക്കെ മേടിക്കുന്നത് കൊണ്ടാണ് നമ്മൾ പുളകിതരാകുന്നത്. പക്ഷേ നമ്മൾ എന്താണ് നമ്മളുടെ മെയിൻ മോട്ടീവ് ആകേണ്ടത്? നമുക്ക് ക്ലബിൻ്റെ സക്സസ് അല്ലെങ്കിൽ ക്ലബിൻ്റെ ട്രോഫീസാണ്. അതാണ് പ്രൈമറി ആയിട്ടുള്ള കാര്യം. ബാക്കിയൊക്കെ ഓക്കെ, നമുക്ക് സന്തോഷിക്കാനുള്ള മറ്റു കാര്യങ്ങളൊക്കെ അത് ഇറ്റ്സ് സെക്കൻഡറി. സോഷ്യൽ മീഡിയ എന്തുകൊണ്ട് ഇങ്ങനത്തെ ഫാൻസ് ഇങ്ങനെ ഒരു ടോക്സിക് ആയിട്ടുള്ള ലെവലിൽ യൂസ് ചെയ്യുന്നു എന്നുള്ളത്
ഐ ഡോണ്ട് നോ, എന്തോ മനസ്സിലാവുന്നില്ല. നമുക്ക് ഈ പറഞ്ഞതുപോലെ എല്ലാവരും മനുഷ്യന്മാരാണ്. എന്ത് ആവശ്യത്തിനാണ് ഈ തരത്തിലുള്ള ഒരു ടോക്സിസിറ്റി മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് എന്നുള്ളതിൻ്റെ ഒന്നും അർത്ഥമേ മനസ്സിലാവുന്നില്ല. അതാണ് ഏറ്റവും വലിയൊരു കോമഡി. അപ്പോൾ ഈ തരത്തിലുള്ളൊരു ഇമ്മച്യൂരിറ്റീസ് കുറയ്ക്കേണ്ട സമയമായി. അപ്പോൾ ഇത് എനിക്കൊന്ന് സംസാരിക്കണമെന്ന് തോന്നി. ചിലപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്കും ഈ സെയിം എന്താ പറയുക, ഇതുപോലത്തെ ഇമ്മച്ചുവറായിട്ടുള്ള അല്ലെങ്കിൽ ടോക്സിക് ലെവലിൽ ചിന്തിക്കുന്ന ഫാൻസ്, ഐ മീൻ KBC ഫാൻസൊക്കെ ചിലപ്പം തെറി വിളിക്കാനോ അല്ലെങ്കിലുള്ളൊക്കെ സാധ്യതയുണ്ട്. ഞാനതൊക്കെ ഏറ്റുവാങ്ങാൻ റെഡിയാണ്. കാരണം ഇതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ വേണമല്ലോ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാര്യങ്ങൾ പറയാനോ അല്ലെങ്കിൽ അഭിപ്രായം പറയാനോ ഒക്കെ. എന്താണെങ്കിലും ഫാൻസിൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് അല്ലെങ്കിൽ ഫാൻസിൻ്റെ സൈഡിൽ നിന്ന് ഇത്തരത്തിലുള്ള മോശം കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഉറപ്പായിട്ടും ഇങ്ങനത്തുള്ള കാര്യങ്ങളും പ്രതികരിക്കണം, ഇങ്ങനത്തെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടൊന്ന് കമ്പോസ് ചെയ്യാൻ വേണ്ടി കാണിക്കുകയാണ്. സനിയ.